ഇന്ന് അന്താരാഷ്ട്ര ചിരി ദിനമാണ്. പലപ്പോഴും നമ്മുടെ തലയിലുള്ള ഒരുപാട് ചിന്തകൾ, ഈ ചിന്തകളാണ് നമ്മളെ ഇത്രയേറെ നമുക്ക് ആരോഗ്യ ഗുണങ്ങളുള്ള ഈ ചിരിക്കുന്നതിന് മുമ്പിൽ നമ്മെ തടസ്സമാക്കി നിർത്തുന്നത്. ഈ ചിന്തകൾ ഇങ്ങനെ നമ്മളെ മനസ്സാവുന്ന വാഹനത്തിലൂടെ ഇങ്ങനെ ഒരു യാത്ര ചെയ്തിട്ട് മനസ്സിനൊരു ബസ് പോലെ ഉപമിക്കാം. ഈ ബസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് അന്തേവാസികളാണ്, യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന അന്തേവാസികളാണ്, കയറിക്കൂടിയ അന്തേവാസികളാണ് നമ്മുടെ ചിന്തകൾ എന്ന് പറഞ്ഞാൽ. ഈ ചിന്തകൾ ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കും, പലതും സംസാരിച്ചുകൊണ്ടിരിക്കും. അത് നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരു വികാരമായി ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആ വികാരം നമ്മളിൽ നിന്നുണ്ടാവും. അപ്പോൾ അത് നമ്മെ പലപ്പോഴും ചിരിക്കുന്നതിന് മുമ്പിൽ തടസ്സാക്കി നിർത്തും എന്നുള്ളതാണ്. മുമ്പുണ്ടായ പ്രശ്നങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ, ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാർ നമ്മളുടെ ഈ മനസ്സാവുന്ന ഈ വാഹനത്തിൽ ഇങ്ങനെ കലബല കൂടിക്കൊണ്ടിരിക്കുമ്പം അത് നമ്മളെ ചിരിക്കുമ്പോൾ തടസ്സമാക്കി നിർത്തും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മളെ മനസ്സാവുന്ന വാഹനത്തിലെ ചിന്ത എന്ന് പറയുന്ന ഈ വിരുന്നുകാരെ അവർ നമ്മളല്ല. നമുക്ക് വേണമെങ്കിൽ പുറത്തൊരു കാർമേഘങ്ങൾ പോലെ നമ്മൾ നോക്കുന്നത് പോലെ നമ്മൾ ചിന്തകളെ നമുക്ക് നോക്കിക്കാണാം. അവയും നമ്മളും ഒന്നല്ല. ചിരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. ചിരി നമുക്കറിയാം, നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റം വർദ്ധിപ്പിക്കുന്ന, നമ്മളെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന വലിയൊരു വാഹനം. നമ്മുടെ ശരീരത്തിലേക്ക് രക്തോട്ടം കൂട്ടാൻ അത് നല്ലതാണ്. നമുക്ക് സാമൂഹിക ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ചിരി നല്ലതാണ്. ചിരിക്കുക, ചിരിക്കുക, ചിരിക്കുക. ഈ വിരുന്നുകാരോട്, നമ്മുടെ വാഹനത്തിലെ വിരുന്നുകാരോട് അവരെ ഏത് ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. ചിന്തകളെ നമുക്ക് പരിവർത്തനം ചെയ്യാം, ചിന്തകളെ നമുക്ക് ഡിഫ്യൂസ് ചെയ്യാം. നമ്മൾ പലപ്പോഴും നമ്മളിലുള്ള ചിന്തകളെ, നമുക്ക് അസ്വസ്ഥ ഉണ്ടാക്കുന്ന ചിന്തകളെ നമ്മളുമായിട്ട് ഫ്യൂസ് ചെയ്ത് വെച്ചിരിക്കുക. അവ നമ്മളാണ്, നമ്മുടെ ജീവിതമാണ് എന്ന് നമ്മൾ വ്യാഖ്യാനിക്കുകയാണ്. അതിന് നമുക്ക് ഡിഫ്യൂസ് ചെയ്യാം. തീർച്ചയായിട്ടും ഈ ചിരിദിനത്തിൽ ലാഫ്റ്റർ യോഗയുടെ കോഴ്സ് പൂർത്തീകരിക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിലാണ് എനിക്ക് ഒരുപാട് കോഴ്സുകൾ, എമർജൻസി മെഡിസിന്, പെട്ടെന്ന് മരണകാരണമാകുന്ന ഒരുപാട് അസുഖങ്ങളെക്കുറിച്ച്, പിന്നെ ഈ ആക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് തെറാപ്പി, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, പിന്നെ ഡാർക്ക് സൈക്കോളജി, ഇതിലൊക്കെ വീഡിയോകൾ ചെയ്യുന്നതുകൊണ്ട് അതെനിക്ക് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. എങ്കിലും ചിരിയുടെ സാധ്യത ഒരു ചിരി ദിനത്തിൽ ഒതുങ്ങുന്നതല്ല അല്ലേ? അപ്പോൾ എന്തായാലും ചിരിക്കാൻ നമ്മൾ സഹായിക്കുന്നത്, ഇൻറ്റൻഷനൽ ചിരിക്ക് പോലും നമ്മൾ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടാക്കും. ഒരു ഡോക്ടർ എഴുതി തരുന്ന ഒരു മരുന്നിനേക്കാളും വലിയ, ഏറ്റവും നല്ല വേദന സംഹാരിയൊക്കെയായി പ്രവർത്തിക്കുന്ന മരുന്നാണ് ചിരി എന്ന് നമ്മൾ മറക്കാതിരിക്കുക. ഓക്കെ, ചിരി ദിന ആശംസകൾ. ബൈ.